ഹായ്. നമുക്ക് ചില സമയത്ത് അമ്മമാര് വഴക്ക് പറയാറുണ്ട്. എപ്പഴും ഇങ്ങനെ കിടന്നുറങ്ങരുത്. ഒരേ കണക്കിന് ഏത് സമയവും ഇങ്ങനെ വെറുതെ മടി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മമാര് വഴക്ക് പറയാറുണ്ട് കുട്ടികളെ. ഈ അമ്മമാർക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുവാ, എന്തുകൊണ്ടാണ് ഈ കുട്ടികളായാലും മുതിർന്നവരായാലും ചില പുരുഷന്മാർ വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കാണാം. അത് സ്ത്രീകളും അതെ. ചില ആളുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ വെറുതെ അങ്ങനെ മടി പിടിച്ചിരിക്കുകയും കിടക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ചിന്ത വന്ന് അങ്ങനെ ഒരു ചിന്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിലേക്ക് ഒന്ന് അറിയിച്ചേ. നമ്മുടേത് ഈ മടി എന്ന് പറയുന്ന സംഭവം ഒരാളിന് തോന്നണമെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. മടി തോന്നാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ക്ഷീണമുള്ളത് കൊണ്ടാണ്. അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതങ്ങോട്ട് എണീറ്റ് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ആരോഗ്യം ഉണ്ടാകില്ല. മാത്രമല്ല നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫിനിഷിങ് ആകത്തക്ക രീതിയിലുള്ള ഒരു ചിന്തകളോ ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് ഈ മടിയുള്ളവർക്കുള്ള പ്രത്യേകത പ്രശ്നം. അപ്പൊ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഈ വലിയ മടിയായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആരോഗ്യാവസ്ഥ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ ആരൊക്കെ ഇനി എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും ആ അവസ്ഥയിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അതിന് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ആ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ പിന്നെ പിന്നെ വേറൊരു വേറെ പല അസുഖങ്ങളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. ഇതിങ്ങനെ മടി പിടിച്ച് അമിതമായിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഈ ഉത്കണ്ഠ പോലെയുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് അല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാനസിക സമ്മർദ്ദത്തിന്റെ ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇങ്ങനെ സൈക്കിക് ആയിട്ടുള്ള ആ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് ഈ മടി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നാണ്. അപ്പൊ മടി ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഒന്ന് മാത്രം, ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് വളരെയധികം മടി പിടിച്ചിരിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ കൈവിരലുകൾ 10 വിരലുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഈ 10 വിരലുകളും നമ്മുടെ ശരീരത്തിന്റെ പഞ്ചഭൂതങ്ങളെ